ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അധികം ആളുകൾ ചെയ്യാത്ത എന്നാൽ നല്ല വരുമാനമുള്ള ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഭയങ്കര ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ബെസ്റ്റ് ബിസിനസ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൂർ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണെന്നല്ലേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾക്ക് വെളുത്തുള്ളി അല്ലെങ്കിൽ ഗാർലിക് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാ ആളുകളും കഴിക്കുന്ന ഭക്ഷണത്തിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. അതിപ്പോൾ ഹോട്ടലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീടാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ഭക്ഷണത്തിൽ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഗാർലിക് എന്നുള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും ആളുകൾ നമ്മളിത് വാങ്ങിക്കൊടുന്നു കഴിഞ്ഞാൽ ഇത് വാടിപ്പോകുന്ന അല്ലെങ്കിൽ ഇത് കേടായി പോകുന്ന കുറച്ച് ദിവസം കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കേടായി നാശമായി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിനെ പെട്ടെന്ന് തൊലി കളയുന്ന ഒരു സംഭവം ഇതൊക്കെ മാറി പെട്ടെന്ന് അതിനെ യൂസ് ചെയ്യാൻ കഴിയുന്ന, ഒരു കേടുകൂടാതെ ഒരുപാട് നാൾ നമുക്ക് കയ്യിൽ വെക്കാൻ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന, അല്ലെ പെട്ടെന്ന് അതിന് യൂസ് ചെയ്യാൻ കഴിയുന്ന, വളരെ ഈസി ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഗാർലിക് പൗഡർ മാനുഫാക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർലിക് പൗഡർ. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ശരിക്കും നല്ല ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഈ ഹോട്ടലുകളാണെന്നുണ്ടെങ്കിലും ബേക്കറികൾ, ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ, ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു സംഭവം ആവശ്യമാണ്. അപ്പോൾ ഇതപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മളിത് തൊലി കളഞ്ഞ് അപ്പം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതിനൊരു പൗഡർ രൂപത്തിലാക്കിയെടുത്തിട്ട് നമുക്കതിനെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, കുറച്ച് കാലം കൂടുതൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഭവമാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗാർലിക് പൗഡർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്? അപ്പോൾ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, നല്ല വരുമാനം ഉണ്ടാക്കാനും കഴിയും, നല്ല വരുമാനം കൂട്ടി ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനും കഴിയും. ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ബൾക്കായിട്ട് നമ്മൾ വെളുത്തുള്ളി വാങ്ങുക, അത് നമുക്ക് ഹോൾസെയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫാമിനോ എവിടെ നിന്നാണെങ്കിലും നമുക്കിതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തൊലി കളഞ്ഞിട്ട് നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിനെ മുറിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ചതക്കണമെങ്കിൽ ചതക്കാം, അല്ലെങ്കിൽ മുറിക്കാം. ചതക്കി കഴിഞ്ഞാൽ അതിൻ്റെ നീര് അങ്ങോട്ട് സ്പ്രെഡ് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കഷ്ണങ്ങളാക്കുമ്പോൾ അങ്ങനെ വലിയ സീൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഇത് 2-3 ദിവസം നമ്മൾ ഉണക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ സൂര്യപ്രകാശത്തിലാണ് നിങ്ങൾ ഉണക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, വെയിൽ കൊണ്ട് ഉണക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2-3 ദിവസം എടുക്കും. അതല്ല, നമ്മൾ ഇപ്പോഴത്തെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രയർ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ആ ഡ്രയർ മെഷീൻ വാങ്ങാനൊരു എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ തുടക്കക്കാർക്ക് അത് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. അതല്ല, നമുക്കൊരു പ്രൊഫഷണലി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രയർ മെഷീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കാനും കഴിയും. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് ഇലക്ട്രിക്കലായതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആ ഡ്രൈയിൽ അത് എത്രത്തോളം ഡ്രൈ ആവണോ അതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് അതിനെ ഡ്രൈ ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നല്ല ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ അതിനെ നമ്മൾ മിക്സർ ഉപയോഗിച്ചുകൊണ്ട് അതിന് പൗഡറാക്കി എടുക്കുക. പിന്നെ നമ്മൾ ആ പൊടി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. അത് 50 ഗ്രാം, 100 ഗ്രാം, 250 ഗ്രാമുകളൊക്കെ ആയിട്ട് നമ്മൾ നല്ല രസമുള്ള പൗച്ചുകളായിട്ട് പാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും സംഭവങ്ങളിലും സാധനം വാങ്ങി നമ്മൾ തൊലി കളഞ്ഞ് നല്ല രീതിയിൽ കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് പൊടിക്കുക എന്നുള്ളതാണ് സംഭവം. ഉണക്കി പാക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പേരും നല്ലൊരു ബ്രാൻഡ് നെയിമും നമുക്ക് മാർക്കറ്റിൽ തിളങ്ങാനായിട്ട് കഴിയുന്ന രീതിയിൽ, ആളുകൾക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു പേര്, ബ്രാൻഡ് നെയിം സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പാക്ക് ചെയ്യുന്ന കവറോ കണ്ടെയ്നറോ എന്താണെങ്കിലും ആവാം, അതിൽ ആ പൗച്ചിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ബ്രാൻഡ് നെയിം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ശരിക്കും ഇതിൻ്റെ ഒരു മെഷീൻസ് ശരിക്കും നമ്മൾ പ്രൊഫഷണലി ഇത് തുടങ്ങുമ്പോൾ
നമ്മൾക്ക് ഒരു ആവശ്യമായിട്ട് വരുന്ന ഇതിൻ്റെ ഒരു മെഷീനറീസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ തൊലി കളയുന്നൊരു മെഷീനാണ്. അത് നമുക്ക് മാനുവലി ചെയ്യാം. ഓക്കെ, അത് മെഷീനിൽ ചെയ്യണമെങ്കിൽ മെഷീനിൽ ചെയ്യാം, മാനുവലി ചെയ്യണമെങ്കിൽ മാനുവലി ചെയ്യാം നമുക്ക്. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് ഇതിൻ്റെ സ്ലൈസറാണ്. അത് നമ്മൾക്കും മാനുവലി ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീനിൽ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞ പോലെ ഡ്രയർ മെഷീൻ എന്നുള്ളത്. അത് നമുക്ക് വെയിലത്തുണക്കണമെങ്കിൽ വെയിലത്തുണക്കാം, ഇല്ല നമ്മൾക്ക് പൈസ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രയർ മെഷീൻ വാങ്ങാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ മിക്സർ മേടിക്കുന്നുള്ളത്. നമുക്ക് ഗ്രൈൻഡർ മിക്സി മേടിക്കണം, നമുക്കത് ഗ്രൈൻഡ് ചെയ്യണം. അത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചെടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെയാണ് സീലിംഗ് മെഷീൻ എന്നുള്ളത്, നമുക്ക് ഇതിന് പാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ചെയ്യാൻ കഴിയുന്നതുണ്ട്, അതേപോലെ തന്നെ നമുക്ക് മെഷീനിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അതിനെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസ് വരികയെന്ന് പറഞ്ഞത് നമുക്ക് FSSAIയുടെ ലൈസൻസ് എടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുഡാണല്ലോ, ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ ഒരു പഞ്ചായത്ത് ലൈസൻസ്, GST വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ ഇപ്പോൾ ഇതിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലാഭം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 40% പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കിലോ നമ്മൾ ഗാർലിക്, 1 കിലോ വെളുത്തുള്ളി വാങ്ങിയിട്ട് നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് 300 ഗ്രാമാണ് കിട്ടുക പൗഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഗ്രാം വെളുത്തുള്ളി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 300 ഗ്രാം പൗഡറാണ് അതിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്രഷ് ഗാർലിക്, നമുക്ക് ഗാർലിക് ഇപ്പോൾ നമുക്കൊരു 40 രൂപ 60 രൂപയ്ക്ക് ആയിരിക്കും ഒരു പക്ഷേ കിലോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 1 kg പൗഡർ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക 400 മുതൽ 600 റുപ്യ വരെ റേഞ്ചിൽ ഇതിൽ വിൽക്കാനാണ് ഇത് കഴിയുക. മനസ്സിലായി? നമ്മൾക്ക് 1 കിലോ പൗഡർ, ഗാർലിക് പൗഡർ നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്ന പൈസ എന്ന് പറയുന്നത് 600 രൂപ വരെയാണ്. 400 രൂപ മുതൽ 600 രൂപ വരെ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കണക്ക് നമുക്ക് ഒരു മനസ്സിലാവാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു 10 കിലോ വെളുത്തുള്ളി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിലോ വെളുത്തുള്ളിക്കാണ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 500 റുപ്യ പിടിച്ചു. പിന്നെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരിക എന്ന് പറഞ്ഞാൽ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 കിലോ വരെ കിട്ടും പൗഡറായിട്ട്. 3 കിലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സെല്ലിംഗ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1800 റുപ്യ വരെയാണ്. മനസ്സിലായ? അപ്പോൾ 1800 രൂപ വരെ നമുക്കിതിനെ വിൽക്കാൻ കഴിയും. 10 കിലോ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 3 കിലോ വരെയാണ് പൗഡർ കിട്ടുക. 2.5 മുതൽ 3 കിലോ വരെ നമുക്ക് പൗഡറായിട്ട് കിട്ടും. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, 1800 റുപ്യ വരെ നമുക്ക് വിൽക്കാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 30 മുതൽ 40% വരെ പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു നല്ല രീതിയിൽ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്നൊരു സംഭവമാണ്. വളരെ റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ കൂടുതൽ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ബിസിനസ് കൂടിയാണ്. അതേപോലെ തന്നെ നമുക്കിത് വിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോസറി നമുക്ക് പലചരക്ക് കടകളിൽ കൊണ്ടു കൊടുക്കാം, സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാം, ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് പോലെയുള്ള സംഭവങ്ങളിൽ കൊടുക്കാം, ഓൺലൈനിൽ വിൽക്കാം. നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, വാട്സപ്പിലൊക്കെ നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ട് ആമസോണിലൊക്കെ നമുക്ക് വിൽക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ ലോക്കൽ ഏരിയകളിൽ വിൽക്കാം. അങ്ങനെ പല രീതിയിൽ വിൽക്കാം. കാരണം ഈ സംഭവം ആളുകൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമായതുകൊണ്ട് തന്നെ ആരും ഇതിനെ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു കുറച്ച് ഇതിനെ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചും കൂടി നല്ലൊരു അട്രാക്ഷൻ ആവാനുള്ള സംഭവം എന്നത് ഇലക്ട്രിക് ഡ്രയറിലൊക്കെ ചെയ്ത് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു ആ പൗഡറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ നല്ല നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നല്ലൊരു ബ്രാൻഡ് നെയിമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളുടെ മുന്നിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു കമ്പനി ലെവലിൽ നമുക്ക് വളരാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗാർലിക് പൗഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് ജിഞ്ചറും ചില്ലിയൊക്കെ കൂടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചും പച്ചമുളകിൻ്റെ ഒക്കെ പൗഡർ കോംബോകളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഇതേപോലെ തന്നെ പാക്ക് ചെയ്ത് വിൽക്കാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോമ്പറ്റീഷൻസൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ വളരാൻ കഴിയുന്ന, കൂടുതൽ ആളുകൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ബ്രാൻഡ് ഇറക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ നമുക്ക് കത്തിക്കയറാനും കഴിയും. അപ്പോൾ നല്ലൊരു ബിസിനസ് പ്ലാനായിട്ട് എനിക്ക് തോന്നി വെളുത്തുള്ളി പൗഡർ, ഗാർലിക് പൗഡർ, അതേപോലെ തന്നെ ജിഞ്ചർ പൗഡർ, ചില്ലി പൗഡർ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിപ്പോൾ നോർമലി മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പോലെ തന്നെ ഗാർലിക് പൗഡർ എന്നുള്ള സംഭവം. അപ്പോൾ നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.